നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായി. നിയമസഭാ സമ്മേളനവും ഓണാവധിയൊക്കെ ആയതുകൊണ്ട് ഇതുപോലുള്ള കൂടിക്കാഴ്ചക്കൊരു ഇടവേള വന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ ദിവസം മഹാത്മാ അയ്യങ്കാളിയുടെയും വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെയും സ്മരണാ ദിനമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന വഴിയിലെ ദീപസ്തംഭങ്ങളായ ആ മഹാരഥന്മാരെ ആദ്യം തന്നെ അനുസ്മരിക്കട്ടെ. സംസ്ഥാനത്ത് കോവിഡ്-19 വ്യാപനം തുടരുകയാണ്. ഇന്ന് 31,265 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 1,67,497 പരിശോധനയാണ് ഇന്ന് നടന്നത്. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം ഇന്ന് 153 2,04,896 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തിയത് മുതൽ രോഗവ്യാപനത്തിലുണ്ടായ വർധനവിൻ്റെ തോത് ഓണക്കാലത്തെ തുടർന്ന് കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട് ചികിത്സാ സൗകര്യങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വാക്സിനേഷൻ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സാമൂഹിക പ്രതിരോധ ശേഷി അധികം താമസിയാതെ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനസംഖ്യാനുപാതികമായി വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഒരു ദിവസം 5 ലക്ഷം ഡോസ് വാക്സിൻ വരെ വിതരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. മരണനിരക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവിന് ആനുപാതികമായി മരണങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. മരണമടയുന്നവരിൽ ഭൂരിഭാഗവും പ്രായാധിക്യമുള്ളവരും അനുബന്ധ രോഗമുള്ളവരുമാണ്. വാക്സിനേഷൻ ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയത് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കായിരുന്നു. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മുടെ സംസ്ഥാനം തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്നത്. ആ ഉദ്യമം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രശംസിക്കപ്പെടുകയും ചെയ്തു. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തെ വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കുകയും നടപടി സ്വീകരിച്ചു വരികയും ചെയ്യുകയാണ്. 3ാം തരംഗത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കെ കൂടുതൽ ജാഗ്രതയോടെ ഇനിയുള്ള ദിവസങ്ങൾ മുൻപോട്ട് പോയേ മതിയാവും. 3ാം തരംഗത്തെ നേരിടാൻ സജ്ജമാവുക. കോവിഡ്
മരണങ്ങൾ അധികരിക്കാതെ നിർത്തുക, വാക്സിനേഷൻ അതിവേഗത്തിൽ പൂർത്തീകരിക്കുക, ഇത്തരത്തിലുള്ള പ്രധാന ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവയോടൊപ്പം ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കോവിഡ് സാമൂഹ്യ ജീവിതത്തിൽ ഏൽപ്പിച്ച പരിക്കുകൾ ഭേദപ്പെടുത്തേണ്ടതുമുണ്ട്. ആരോഗ്യ വിദഗ്ധനും പ്രസിദ്ധ എപ്പിഡമിയോളജിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ് മുളിയിലും വെല്ലൂർ CMCയിലെ വൈറോളജിസ്റ്റായ ഡോക്ടർ ഗഗൻദീപ് കാങ്ങും അതുപോലുള്ള നിരവധി പേര് കേരളത്തിൻ്റെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് നമ്മുടെ ഇടപെടലിനുള്ള അംഗീകാരമാണ്. ഡോക്ടർ ഗഗൻദീപ് കാങ് പ്രമുഖ വാർത്താ ന്യൂസ് പോർട്ടലായ ദ വയറിന് നൽകിയ അഭിമുഖത്തിൽ കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളത്തെ ഉയർത്തിക്കാണിച്ചു. യാഥാർത്ഥ്യത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കോവിഡ് കണക്കുകൾ കേരളത്തിൻ്റേതാണ് എന്ന് ഡോക്ടർ കാങ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൻ്റെ ടെസ്റ്റിംഗ് രീതിയുടെ മേന്മ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റിടങ്ങളിൽ രോഗവ്യാപനമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുമ്പോൾ കേരളത്തിൻ്റെ പരിശോധന രോഗവ്യാപന മേഖലയിലാണ് എന്നും ഡോക്ടർ കാങ് വിശദീകരിക്കുന്നു. കേരളത്തിൽ വൈകിയെത്തിയ ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്ന ഘട്ടമായതിനാലാണ് രോഗസംഖ്യ ഉയർന്നു നിൽക്കുന്നതെന്നും വ്യാപനത്തിൻ്റെ വേഗം കുറച്ചും വാക്സിനേഷൻ്റെ വേഗം കൂട്ടിയും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ മികച്ച പ്രകടനമാണ് കേരളത്തിലേതെന്നും ഡോക്ടർ കാങ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മരണനിരക്ക് കുറച്ചു നിർത്താൻ കേരളത്തിനായി എന്നതാണ് ഔട്ട്ലുക്ക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ ജയപ്രകാശ് മുളിയിൽ എടുത്തു പറയുന്നൊരു കാര്യം. ദേശീയ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് കേരളത്തിലെ മരണനിരക്ക്. പകർച്ചവ്യാധി നിയന്ത്രണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മരണം പരമാവധി കുറയ്ക്കുകയാണ്. ശക്തമായ പൊതു ആരോഗ്യ സംവിധാനം ഉള്ളതിനാൽ കേസ് കൂടിയാലും കേരളത്തിന് നേരിടാനാകും. കേരളത്തിൽ വലിയൊരു വിഭാഗം ഇനിയും രോഗബാധിതരായിട്ടില്ല. ഇതാണ് കേസുകൾ കൂടുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നും ഡോക്ടർ ജയപ്രകാശ് വിശദീകരിക്കുന്നു. ഒരു മഹാമാരിയുടെ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മരണം പരമാവധി കുറയ്ക്കുക എന്നതാണ്. കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിനാണ് രാജ്യത്തെ പ്രധാന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ
കോവിഡ് മരണനിരക്ക് കുറച്ച് നിർത്താൻ സാധിക്കുന്നത് എന്നാണ്. 0.51% കേരളത്തിലെ മരണനിരക്ക്. 1.34% ദേശീയ ശരാശരി. അതായത് കേരളത്തിലെ കോവിഡ് മരണനിരക്കിൻ്റെ ഏകദേശം 3 ഇരട്ടി ദേശീയ ശരാശരി മരണനിരക്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം, ഗ്രാമ നഗര വ്യത്യാസം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, വയോജനങ്ങളുടെ ശതമാനം കൂടിയ സംസ്ഥാനം, ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന സംസ്ഥാനം. ഇങ്ങനെ മരണനിരക്ക് ഏറ്റവും കൂടുതലാകാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും നമുക്ക് മരണനിരക്ക് കുറച്ച് നിർത്താൻ സാധിക്കുന്നത് ഇവിടെ നടപ്പാക്കിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ഒരുക്കിയ ചികിത്സാ സംവിധാനങ്ങളുടെയും മികവാണെന്ന് നിസ്സംശയം മനസ്സിലാക്കാം. രോഗബാധിതരാകാത്ത ആളുകളുടെ എണ്ണം ഇപ്പോഴും വളരെ കൂടുതലാണ് എന്നതാണ് രോഗികളുടെ എണ്ണം ഉയർന്നിരിക്കുന്നതിൻ്റെ ഒരു കാരണം. ഒരു സമൂഹത്തിൽ എത്ര ശതമാനം പേരിൽ രോഗം വന്നുപോയി എന്ന് മനസ്സിലാക്കാൻ നടത്തുന്ന പഠനമാണ് സീറോ പ്രിവലൻസ് സർവേ. ഏറ്റവും അവസാനം ICMR പുറത്തിറക്കിയ സീറോ പ്രിവലൻസ് സർവേ പ്രകാരം കേരളത്തിലെ 44.4% ആളുകൾക്ക് മാത്രമാണ് രോഗം വന്നു പോയിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് രോഗബാധയുണ്ടാകാതെ തടയുന്നതിന് വലിയ തോതിൽ നമ്മൾ വിജയിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ രോഗത്തെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചതുകൊണ്ട് രോഗം ഇതുവരെ ബാധിക്കാത്ത, രോഗസാധ്യത കൂടുതലുള്ള ആളുകൾ കേരളത്തിൽ 50%-നും മുകളിലാണ് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ദേശീയ തലത്തിൽ 66.7% പേർക്കാണ് രോഗം വന്നു പോയിരിക്കുന്നത്. അതായത് രാജ്യത്താകെ എടുത്താൽ രോഗം പിടിപെടാൻ സാധ്യത കൂടുതലുള്ളവർ ഏകദേശം 30% മാത്രമേ ഉള്ളൂ. മധ്യപ്രദേശിൽ 79% പേർക്കാണ് രോഗം വന്നുപോയത്. രാജസ്ഥാനിലത് 76.2%, ബീഹാറിൽ 75.9%, ഗുജറാത്തിൽ 75.3%, ഉത്തർപ്രദേശിൽ 71%. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിൽ 69.8%, തമിഴ്നാട്ടിൽ 69.2% ആളുകൾക്ക് രോഗം വന്നു പോയിരിക്കുന്നു. പഞ്ചാബിലത് 66.5%. ഇത്തരത്തിൽ
സീറോ പോസിറ്റിവിറ്റി കണക്കാക്കുമ്പോൾ രോഗം വന്നു പോയതിനു പുറമെ വാക്സിൻ വഴി ആൻറ്റിബോഡികൾ ആർജിച്ച ആളുകൾ കൂടി കണക്കിൽപ്പെടും. അങ്ങനെ നോക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തിളക്കം കിട്ടുന്നത്. കേരളമാണ് ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ വാക്സിൻ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ 2 കോടിയിലധികം ജനങ്ങൾക്ക് 2,77,99,126 ആദ്യ ഡോസ് വാക്സിൻ നൽകാനായി. കോവിഡിനെതിരായി വലിയ പോരാട്ടം നടത്തുമ്പോൾ പരമാവധി പേർക്ക് 1 ഡോസെങ്കിലും വാക്സിൻ നൽകി സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത് ആളുകളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രധാനമാണ്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് നൽകാനാവുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ആഗസ്റ്റ് 9 മുതൽ ആരംഭിച്ച വാക്സിനേഷൻ യജ്ഞം വൻ വിജയമാണ്. ഇന്നലെ വരെ 1/2 കോടിയിലധികം പേർക്ക് 54,11,773 വാക്സിൻ നൽകാൻ വാക്സിനേഷൻ യജ്ഞത്തിലൂടെ സാധിച്ചു. 2 തവണ 5 ലക്ഷത്തിലധികം പേർക്കും 3 തവണ 4 ലക്ഷത്തിലധികം പേർക്കും യജ്ഞത്തിൻ്റെ ഭാഗമായി പ്രതിദിനം വാക്സിൻ നൽകാനായി. ഓണാവധി പോലും കാര്യമാക്കാതെ ആരോഗ്യ പ്രവർത്തകർ നടത്തിയ സ്തുത്യർഹമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണിത്. സംസ്ഥാനത്ത് ഇതുവരെ 1ഉം 2ഉം ഡോസ് ചേർത്ത് ആകെ 2,77,99,126 പേർക്കാണ് വാക്സിൻ നൽകിയത്. അതിൽ 2,03,90,751 പേർക്ക് 1ാം ഡോസ് വാക്സിനും 74,08,375 പേർക്ക് 2ാം ഡോസ് വാക്സിനുമാണ് നൽകിയത്. 57.6% പേർക്ക് 1ാം ഡോസും 20.93% പേർക്ക് 2ാം ഡോസും നൽകി. 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ അനുസരിച്ച് 71.05% പേർക്ക് 1ാം ഡോസും 25.81% പേർക്ക് 2ാം ഡോസും നൽകിയിട്ടുണ്ട്. ഇത് ദേശീയ ശരാശരിയേക്കാളും വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ വാക്സിനേഷൻ 1ാം ഡോസ് 37.09%, 48,21,24,952. 2ാം ഡോസ് 10.89%, 14,15,06,099. സെറോ പോസിറ്റിവിറ്റിയിൽ വാക്സിൻ വഴി ആർജിച്ച പ്രതിരോധശേഷിയുടെ ശതമാനം ഏറ്റവും കൂടുതലുണ്ടാവുക കേരളത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രോഗബാധയുണ്ടായവരുടെ ശതമാനം വീണ്ടും കുറയുകയാണ്. ഏറ്റവും കുറവ് ശതമാനം പേരെ വൈറസിന് വിട്ടുകൊടുത്ത സംസ്ഥാനമാണ് നമ്മളെന്ന് നിസ്സംശയം പറയാം.
60 വയസ്സിന് മുകളിലുള്ളവരും അനുബന്ധ രോഗമുള്ളവരും ഉൾപ്പെടെ ഏകദേശം 9 ലക്ഷം പേർ വാക്സിൻ എടുക്കാൻ തയ്യാറായില്ല എന്ന് കാണാൻ കഴിഞ്ഞു. അവർക്കിടയിൽ വാക്സിൻ എടുക്കാൻ ആവശ്യമായ സന്നദ്ധതയുണ്ടാക്കാനും എത്രയും പെട്ടെന്ന് വാക്സിൻ നൽകി സുരക്ഷിതരാക്കാനുമുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണ്. എന്നിട്ടും പലരും വിമുഖത തുടരുന്നുണ്ട് എന്നത് ഗൗരവമായി പരിശോധിക്കും. പ്രായമുള്ളവരും അനുബന്ധ രോഗമുള്ളവരും വാക്സിൻ എടുത്താൽ അപകടമുണ്ടാകുമോ എന്ന ഭയം പലരിലുമുണ്ട്. വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഓർത്തും ആശങ്കയിലുള്ള കുറച്ച് ആളുകൾ ഇപ്പോഴുമുണ്ട്. അശാസ്ത്രീയവും വാസ്തവവിരുദ്ധവുമായ വാക്സിൻ വിരുദ്ധ പ്രചരണങ്ങൾ ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ വാക്സിൻ എടുത്താൽ ചെറുപ്പക്കാരിൽ കാണുന്നതിനേക്കാൾ കുറഞ്ഞ പാർശ്വഫലങ്ങളാണ് പ്രായമായവരിൽ കാണുന്നത്. അതോടൊപ്പം ചെറുപ്പക്കാരിലുണ്ടാകുന്നതിനേക്കാൾ മികച്ച രോഗപ്രതിരോധം പ്രായമുള്ളവരിൽ വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു. മരണമടയുന്നവരിൽ ബഹുഭൂരിഭാഗവും വാക്സിൻ എടുക്കാത്തവരാണ്. വാക്സിൻ എടുത്തിട്ടും മരണമടഞ്ഞവരിൽ മിക്കവാറും എല്ലാവരും 2 അതിലധികമോ അനുബന്ധ രോഗമുള്ളവരാണ്. അതിൽ നിന്നും രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം വാക്സിൻ സ്വീകരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. പ്രായാധിക്യമുള്ളവരും അനുബന്ധ രോഗമുള്ളവരും എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകണം. അക്കാര്യത്തിൽ അവരെ പ്രേരിപ്പിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും തയ്യാറാകണം. വാക്സിൻ എടുക്കാത്തവരുടെ പട്ടിക തയ്യാറാക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും മുഖേന ഇവരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികളും ഉണ്ടാകും. ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും വാക്സിൻ നൽകാൻ സാധിച്ചാൽ മരണങ്ങളുടെ എണ്ണം കുറക്കാം. കോവിഡ് വന്നു മാറിയതിനു ശേഷം കുട്ടികൾക്കിടയിൽ കുറഞ്ഞ തോതിലെങ്കിലും കാണുന്ന ആരോഗ്യ പ്രശ്നമാണ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. അതിവേഗം ചികിത്സിക്കാൻ കഴിയുന്ന രോഗമാണിത്. പൊതുവെ കാണുന്ന രോഗലക്ഷണങ്ങൾ വയറുവേദന, പനി, ത്വക്കിൽ കാണുന്ന തിണർപ്പ് തുടങ്ങിയവയാണ്. അത്തരം രോഗലക്ഷണങ്ങൾ കാണുന്ന കുട്ടികളെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിക്കേണ്ടതാണ്. ഡോക്ടർമാർക്ക് ഈ അസുഖം ചികിത്സിക്കാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിലും പ്രധാന ആശുപത്രികളിലും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ രോഗബാധ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശം എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും നൽകിയിട്ടുമുണ്ട്. 3ാം തരംഗം മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് വളരെ നേരത്തെ തന്നെ
മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. താലൂക്ക് തലം മുതലുള്ള ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകൾ, ICU എല്ലാം സജ്ജമാവുകയാണ്. വെന്റിലേറ്ററുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. ജില്ലാ ജനറൽ ആശുപത്രികളിലെ ICUകളെ മെഡിക്കൽ കോളേജുകളുമായി ഓൺലൈനായി ബന്ധിപ്പിക്കും. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചിട്ടില്ല. മൂന്നാം തരംഗം ഉണ്ടായാൽ കുട്ടികളിൽ കൂടുതൽ രോഗവ്യാപനം ഉണ്ടായേക്കാമെന്നാണ് ആശങ്കപ്പെടുന്നത്. അത് മുന്നിൽ കണ്ട് പീഡിയാട്രിക് ചികിത്സാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. 490 ഓക്സിജൻ സജ്ജീകരണങ്ങളുള്ള പീഡിയാട്രിക് കിടക്കകൾ, 158 HDU കിടക്കകൾ, 96 ICU കിടക്കകൾ, ഇങ്ങനെ 744 കിടക്കകൾ കുട്ടികൾക്കായി സജ്ജമാക്കുന്നുണ്ട്. ഓക്സിജന് ലഭ്യത ഉറപ്പുവരുത്താൻ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. 870 മെട്രിക് ടൺ ഓക്സിജൻ കരുതൽ ശേഖരമായിട്ടുണ്ട്. നിർമ്മാണ കേന്ദ്രങ്ങളിൽ 500 മെട്രിക് ടണ്ണും KMSCL ബഫർ സ്റ്റോക്കായി 80 മെട്രിക് ടണ്ണും ഓക്സിജൻ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ആശുപത്രികളിൽ 290 മെട്രിക് ടൺ ഓക്സിജനും കരുതൽ ശേഖരമായിട്ടുണ്ട്. 33 ഓക്സിജൻ ജനറേഷൻ യൂണിറ്റുകളാണ് സജ്ജമാക്കി വരുന്നത്. ഇതിലൂടെ 77 മെട്രിക് ടൺ ഓക്സിജൻ അധികമായി നിർമ്മിക്കാൻ സാധിക്കും. ഇതിൽ 9 എണ്ണം ഇതിനകം പ്രവർത്തന സജ്ജമായി. സംസ്ഥാന സർക്കാർ വിവിധ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന 38 ഓക്സിജൻ ജനറേഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സർക്കാർ നിർദ്ദേശപ്രകാരം 13 മെട്രിക് ടൺ ഓക്സിജൻ പ്രതിദിനം നിർമ്മിക്കുന്നതിനുള്ള ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം സ്വകാര്യ ആശുപത്രികളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ 281 എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സ APL BPL വ്യത്യാസമില്ലാതെ സൗജന്യമാണ്. സർക്കാർ ആശുപത്രികളിൽ ICU, വെന്റിലേറ്റർ സൗകര്യം ഇതൊന്നും ലഭ്യമല്ലെങ്കിൽ ഇത്തരം ആശുപത്രികളിലേക്ക് മാറ്റി ചികിത്സിപ്പിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. അതിനാൽ ആശങ്കപ്പെടേണ്ടതായ യാതൊരു കാര്യവുമില്ല. കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ നഷ്ടമായ കുട്ടികൾക്ക് ധനസഹായം അനുവദിക്കുന്നതിനായി 3,19,99,000 രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ സ്ഥിരനിക്ഷേപവും കുട്ടിക്ക് 18 വയസ്സാകുന്നതുവരെ മാസം തോറും 2,000 രൂപ വീതവുമാണ് അനുവദിക്കുന്നത്. കൂടാതെ ഈ കുട്ടികളുടെ ബിരുദതലം വരെയുള്ള പഠന ചെലവുകൾ മുഖ്യമന്ത്രിയുടെ
ദുരിതാശ്വാസ നിധിയിൽ നിന്നും വഹിക്കുന്നതാണ്. അടുത്ത മാസം ആദ്യ ആഴ്ചയോടെ അവരുടെ അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കും. നിലവിൽ ആനുകൂല്യത്തിന് അർഹരായ 87 കുട്ടികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ധനസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യം കണക്കിലെടുത്ത് പ്രതിവാര രോഗബാധ ജനസംഖ്യാ അനുപാതം 7-ൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്താൻ ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. അടുത്ത ആഴ്ച മുതൽ സംസ്ഥാനത്ത് ആകെ രാത്രികാല കർഫ്യൂ നടപ്പാക്കും. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയായിരിക്കും ഈ നിയന്ത്രണം. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ആഴ്ചത്തെ ഇപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കർഫ്യൂ ആണെന്ന് നേരത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് അനുബന്ധ രോഗങ്ങളുള്ളവർക്കും പ്രായം കൂടിയവർക്കും കോവിഡ് രോഗബാധയുണ്ടായാൽ അതിവേഗം ചികിത്സ ലഭ്യമാക്കാൻ നടപടിയെടുക്കും. അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് ഊന്നൽ നൽകും. അനുബന്ധ രോഗമുള്ളവർ ആശുപത്രിയിലെത്തുന്നില്ലെങ്കിൽ രോഗം അതിവേഗം വഷളാകാനും മരണം സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ആ വിപത്ത് ഒഴിവാക്കാനുള്ള എല്ലാ ഇടപെടലും ഉണ്ടാകും. ഈ അനുബന്ധ രോഗമുള്ളവരുടെ കാര്യത്തിൽ കോവിഡ് ബാധിച്ചാൽ ആദ്യത്തെ ദിവസങ്ങൾ വളരെ പ്രധാനമാണെന്നാണ് പൊതുവിൽ പറയുന്നത്. അപ്പോൾ തന്നെ ആശുപത്രിയിലെത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് വൈകിപ്പോയാൽ പിന്നീട് ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്നാണ് പല കേസുകളിലുമുള്ള അനുഭവമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇന്നത്തെ സ്ഥിതിയും അതിൻ്റെ സവിശേഷതകളും ഇന്ന് ചേർന്ന യോഗം വിലയിരുത്തുകയുണ്ടായി. എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ രംഗത്തെ പ്രമുഖരായവരെയും വിദഗ്ധരായവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം ചേരണമെന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ കോവിഡ് ചികിത്സാനുഭവമുള്ള പ്രധാന ഡോക്ടർമാർ, ചികിത്സാ പരിചയമുള്ള സ്വകാര്യ ആശുപത്രികളിലെ പ്രമുഖ ഡോക്ടർമാർ, രാജ്യത്തെ പ്രമുഖ വൈറോളജിസ്റ്റുകൾ, ആരോഗ്യ വിദഗ്ധർ, ഇവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കും. അതിൽ നാം ഇപ്പോൾ സ്വീകരിക്കുന്ന നില പൊതുവിൽ ആ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ 1 ഈ യോഗം ചേരുക. അതേപോലെ തന്നെ രോഗപ്രതിരോധത്തിൽ വളരെ പ്രധാനമായ പങ്ക് വഹിക്കേണ്ടത്, പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കൂടിയാണ്. ഈ ഒരു ഘട്ടം, രോഗവ്യാപനം കുറച്ചുകൂടി ശക്തമാകുന്ന ഈ ഘട്ടം, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം സെപ്റ്റംബർ 3 ചേരാൻ നിശ്ചയിച്ചിട്ടുണ്ട്.
കോവിഡ് അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന ആരോഗ്യമന്ത്രിക്ക് പുറമെ റവന്യൂ മന്ത്രി, തദ്ദേശഭരണ വകുപ്പ് മന്ത്രി എന്നിവരും ഈ യോഗത്തിലുണ്ടാകും. ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ കയ്യിലും വാക്സിൻ നൽകിയതിൻ്റെ കണക്ക് വേണമെന്ന് നേരത്തെ കണ്ടിരുന്നു. അത് വിലയിരുത്തി നിലവിലുള്ളതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ITI പരീക്ഷ എഴുതേണ്ടവർക്ക് മാത്രമായി പ്രാക്ടിക്കൽ ക്ലാസ്സിന് അനുമതി നൽകാൻ നിശ്ചയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മുതിർന്ന IPS ഓഫീസർമാരെ ജില്ലകളിലേക്ക് പ്രത്യേകമായി നിയോഗിച്ചു. ഈ ഓഫീസർമാർ തിങ്കളാഴ്ച ചുമതലയേറ്റെടുക്കും. എല്ലാ ജില്ലകളിലും അഡീഷണൽ SP-മാർ കോവിഡ് നിയന്ത്രണങ്ങളുടെ ജില്ലാതല നോഡൽ ഓഫീസർമാരായിരിക്കും. ഇവർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുടെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെയും യോഗം സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ഓണത്തിന് മുൻപ് വിളിച്ചു കൂട്ടിയിരുന്നു. ഇത്തരം യോഗങ്ങൾ വീണ്ടും ചേരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കടകളിലെത്തുന്നവരും ജീവനക്കാരും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് കടയുടമകളുടെ യോഗം ചേരുന്നത്. വാക്സിൻ എടുക്കാത്തവർ വളരെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം ചേരുന്നത്. ഇപ്പോൾ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന എല്ലാവരെയും RT-PCR ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. 18 വയസ്സിന് മുകളിലുള്ളവരിൽ 80% പേർക്ക് ആദ്യത്തെ ഡോസ് വാക്സിനേഷൻ ലഭിച്ച ജില്ലകളിൽ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി 1000 സാമ്പിളുകളിൽ ടെസ്റ്റ് നടത്തും. 80% താഴെ ആദ്യത്തെ ഡോസ് ലഭിച്ച ജില്ലകളിൽ 1500 സാമ്പിളുകളിലായിരിക്കും ടെസ്റ്റ് നടത്തുക. 2 ഡോസ് വാക്സിൻ എടുത്തവരിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാത്തവർക്കും 1 മാസത്തിനുള്ളിൽ കോവിഡ് പോസിറ്റീവായവർക്കും ടെസ്റ്റുകൾ ആവശ്യമില്ല. 12 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത ലാബറട്ടറികളുടെ ലൈസൻസ് റദ്ദാക്കും. ഓരോ ലാബിലും ഉപയോഗിക്കുന്ന ആൻറ്റിജൻ RT-PCR ടെസ്റ്റ് കിറ്റുകൾ ജില്ലാ അതോറിറ്റികൾ പരിശോധിക്കും. നിലവാരമില്ലാത്ത കിറ്റുകൾ ഉപയോഗിക്കുന്ന ലാബറട്ടറികളുടെ ലൈസൻസ് റദ്ദാക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 7537 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 6480 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 13,44,100 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്.
ഇവിടെ നമ്മുടെ നാടിനെതിരെ ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന ദുഷ്പ്രചാരണങ്ങളെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. കോവിഡ് 2ാം തരംഗം അതിശക്തമായി ആഞ്ഞടിച്ചിട്ടും ചികിത്സാ സംവിധാനങ്ങളെ ശാക്തീകരിച്ചതിനാലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ തരംഗത്തെ പിടിച്ചു നിർത്തിയതിനാലും മരണനിരക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കുറച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു. ഓക്സിജൻ ലഭ്യമാകാതെ ചികിത്സാ സൗകര്യങ്ങളില്ലാതെ രോഗികളുമായി അലയേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ ആർക്കും ഉണ്ടായില്ല. ഉറ്റവരുടെ മൃതദേഹങ്ങളുമായി ശ്മശാനങ്ങൾക്ക് മുന്നിൽ ആളുകൾ വരി നിൽക്കുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ കാണേണ്ടി വന്നിട്ടില്ല. നിവൃത്തിയില്ലാതെ മൃതദേഹങ്ങൾ നദികളിൽ ഒഴുക്കി കളയേണ്ട ഗതികേട് ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല. എത്രയൊക്കെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും ആർക്കും മായ്ച്ചു കളയാനാകാത്ത യാഥാർത്ഥ്യം ഇവിടെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് നാടിൻ്റെ അനുഭവമാണ്. ജനങ്ങളുടെ ഒന്നിച്ചുള്ള പോരാട്ടത്തിൻ്റെ ഫലവുമാണ്. അതിൻ്റെ ഭാഗമായുള്ള വ്യത്യാസം ഈ ലോകം കണ്ടറിഞ്ഞതാണ്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ കാലവർഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെയും കർണാടക കേരള തീരത്ത് നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്തിൽ തിങ്കളാഴ്ച വരെ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടും, നാളെ 29-ന് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, കാസർഗോഡ്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ തുടർച്ചയായ ദിവസങ്ങളിൽ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും വെള്ളക്കെട്ടുകൾക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായേക്കാമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 25% കുറവ് മഴയാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ തീവ്രതയുള്ള മഴ ലഭിക്കുന്ന സാഹചര്യമാണ് നമുക്ക് അപകടം സൃഷ്ടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രധാന അണക്കെട്ടുകളിൽ നിന്ന് ജലം തുറന്നുവിടേണ്ട സാഹചര്യം നിലവിലില്ല. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ജലം ഒഴുകി വരുന്ന ഇടങ്ങളിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കണമെന്ന് തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വനത്തിലും പശ്ചിമഘട്ടത്തിലും മറ്റും ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് നദികളിൽ പൊതുവെ
ഒഴുക്ക് ശക്തമായിരിക്കും. അതുകൊണ്ട് പുഴകളിലും മറ്റ് ജലാശയങ്ങളിലും കുളിക്കാനും മീൻ പിടിക്കാനും മറ്റും ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് എല്ലാവരും കർശനമായി പാലിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഈ ഘട്ടത്തിൽ മറുപടി പറയുന്നില്ലെന്നാണോ നേരത്തെ പറഞ്ഞതിലൂടെ അത് ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദുഷ്പ്രചരണമാണെങ്കിൽ അതിന് മറുപടി പറയാതെ പോകുന്നത്? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം കോവിഡ് പ്രതിരോധം എന്നത് നമ്മുടെ നാടാകെ നടത്തുന്നൊരു കാര്യമാണ്. അതിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല. ഒരു പ്രധാനപ്പെട്ട വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത് ഈ കോവിഡ് പ്രതിരോധം ഉദ്യോഗസ്ഥർ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോവിഡ് പ്രതിരോധ കാര്യങ്ങളിൽ എല്ലാവരും പങ്കുവഹിക്കുകയല്ലേ. ഉദ്യോഗസ്ഥർ, അനുദ്യോഗസ്ഥർ എല്ലാം തുടർച്ചയായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം നമ്മുടെ മുൻനിര പ്രവർത്തകരെ എടുത്ത് പരിശോധിച്ചാൽ ഉദ്യോഗസ്ഥരോടൊപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും മറ്റും എത്ര സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വളണ്ടിയർമാർ, അവർ മറ്റൊന്നും ആഗ്രഹിക്കാതെയല്ല ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. എത്രയോ കാലമായി ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുക. പിന്നെ സർക്കാർ വേറെ ഉദ്യോഗസ്ഥർ വേറെ എന്ന രീതിയിൽ ഒരു വേർതിരിവുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. അത്തരമൊരു ശ്രമം നടത്തേണ്ട കാര്യമാണോ ഇത്? കാരണം ഇത്തരം കാര്യങ്ങളിൽ കഴിയാവുന്നത്ര എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണല്ലോ സർക്കാർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും നിർഭാഗ്യകരമായ വിമർശനമാണ് ചില കോണുകളിൽ നിന്ന് ഉയർന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. വലിപ്പച്ചെറുപ്പമില്ലാതെ ഉദ്യോഗസ്ഥരടക്കം ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 1.25 വർഷമായി പങ്കെടുത്തു വരികയാണ്. സജീവമായി രംഗത്താണ് അവരുള്ളത്. ഇനിയും ഈ കൂട്ടായ്മ തുടരുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം ആപത്തൊഴിഞ്ഞില്ല, കുറച്ചെങ്കിലും പടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാം കാണുന്നത്. അപ്പോൾ ജനങ്ങളുടെ ജീവനോപാധി രക്ഷിക്കൽ ഏറ്റവും പ്രധാനമാണ്. അതിലൊന്നേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. പ്രതിപക്ഷത്തിനും ഇതിൻ്റെ ഭാഗമായി പങ്കുവഹിക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ തദ്ദേശഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ
ധാരാളം പേർ ഈ പ്രതിപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവരാണല്ലോ. പക്ഷേ അവരെല്ലാം സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ ഒരു മഹാമാരിയാണ് നാം നേരിടുന്നത് എന്ന് കാണുക, സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള പ്രസ്താവനകളല്ല, അതായത് ആരെയെങ്കിലും അകറ്റാനല്ല, ഒന്നിക്കാനും ഒരുമിപ്പിക്കാനും ഉതകുന്ന വാക്കുകളാണ് ഇത്തരം ആളുകളിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വിമർശനം പ്രധാനമായും ഈ കോൺട്രാക്ട് ടെസ്റ്റിംഗ് കേരളത്തിൽ പരാജയമാണ്, RT-PCR ടെസ്റ്റിൽ ആൻറ്റിജൻ ടെസ്റ്റാണ് 75% തുടങ്ങിയ വിമർശനങ്ങളാണ്. ഈ RT-PCR പൂർണ്ണമായും പോകണമെന്ന ഒരു ആവശ്യത്തെ എങ്ങനെയാണ് CM കാണുന്നത്? RT-PCR ടെസ്റ്റ് എന്നത് നടത്തുന്നതിന് സർക്കാർ എതിരല്ല. ഒരു മഹാമാരിയാണല്ലോ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം പരമാവധി ആളുകളെ എത്രയും വേഗം കണ്ടെത്തുക എന്നതാണ്. എന്നിട്ട് അവർ ക്വാറൻറ്റൈൻ ചെയ്യണമെങ്കിൽ ക്വാറൻറ്റൈൻ ചെയ്ത് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുക എന്താണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് മികച്ച രീതിയിലുള്ള കോവിഡ് പരിശോധനാ രീതി എന്തൊക്കെയുണ്ടോ അതൊക്കെ സ്വീകരിക്കുക എന്നത് പ്രധാനമാണ്. ഇപ്പോൾ ജനസാന്ദ്രത കണക്കിലെടുത്ത് വാർഡ് തലത്തിൽ വരെയുള്ള പരിശോധനാ നിരക്കുകൾ പരിഗണിച്ചുകൊണ്ടുള്ള സൂക്ഷ്മമായ ഒരു കോവിഡ് പ്രതിരോധ നിലയാണ് കേരളം പിന്തുടർന്നത്. ഇന്നലെ വരെ എടുത്താൽ 3,09,00,000 പരിശോധനകളാണ് നടത്തിയത്. ഇപ്പോൾ രോഗവ്യാപനമുള്ളിടത്ത് പരിശോധന എങ്ങനെയാണ്? 10 ഇരട്ടി പരിശോധനയാണ് അത്തരം പ്രദേശങ്ങളിൽ നടത്തുന്നത്. നാം കാണേണ്ടത് ഇവിടെ വ്യാപിക്കുന്ന രോഗം ഡെൽറ്റ വൈറസാണ്. അപ്പോൾ അത്തരമൊരു വൈറസിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അതിതീവ്ര വ്യാപനശേഷിയാണ്. കോവിഡിൻ്റെ 1ാം ഘട്ടത്തിലുള്ളതുപോലത്തതല്ല, അതിതീവ്ര വ്യാപനശേഷിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരമാവധി പരിശോധന നടത്തുക എന്നത് പ്രധാനമാണ്. അതിനാണ് സർക്കാർ ഊന്നൽ നൽകിയത്. RT-PCR പരിശോധനകൾ സർക്കാർ ഒരിക്കലും കുറക്കുന്നില്ല. ഇപ്പോൾ ഇന്നലത്തെ കണക്കെടുത്താൽ 70,000-ഓളം RT-PCR പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഈ ആൻറ്റിജൻ പരിശോധനയുടെ ഒരു പ്രത്യേകത എന്താ? അരമണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം ലഭ്യമാകും. അപ്പോൾ വേഗം തന്നെ ഇദ്ദേഹത്തിന് രോഗം വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാകും. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആൻറ്റിജൻ പരിശോധന നെഗറ്റീവായി എന്ന് വിചാരിക്കുക. എന്നാൽ ഒരാൾക്ക് രോഗലക്ഷണമുണ്ട്, അവർക്ക് RT-PCR പരിശോധന തന്നെ നടത്തും. അപ്പോൾ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർക്കും RT-PCR ആണ് നിർദ്ദേശിക്കുന്നത്. അവരിൽ പരിശോധനാ ഫലം നെഗറ്റീവായാലും, കാരണം പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരാണ്, അപ്പോൾ അവർ ക്വാറൻറ്റൈനിൽ കഴിയണം. അപ്പോൾ ഒന്നേ ഉള്ളൂ, വേഗം റിസൾട്ട് കിട്ടും. അതിന് ആൻറ്റിജൻ പരിശോധനയുമുണ്ട്, RT-PCR പരിശോധന അതോടൊപ്പം ഫലപ്രദമായി നടത്തുന്നുമുണ്ട്. രോഗസാധ്യത കൂടുതലുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുകൊണ്ടാണ് കേരളത്തിൽ കേസ് ഉയരുന്നത് എന്നങ്ങ് പറഞ്ഞു. മറ്റു സ്റ്റേറ്റുകൾ അങ്ങനെയല്ലെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ കൃത്യമായ ഒരു പരിശോധന നടന്നെങ്കിൽ ഇപ്പോഴത്തെ കേസുകളല്ല, കേരളത്തിന് തുല്യമായ കേസുകൾ ഉണ്ടാകുമെന്നാണോ അങ്ങ് പറയുന്നത്?
മറ്റ് സ്റ്റേറ്റുകളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നമ്മുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലുള്ള നില ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് സ്റ്റേറ്റുകളെ എന്തിനാണ്, മറ്റ് സ്റ്റേറ്റുകളെ നമ്മൾ ഈ ഘട്ടത്തിൽ കുറ്റം പറയലോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആരോഗ്യവകുപ്പിന്റെ പഠനം പറയുന്നത് വീടുകൾക്കുള്ളിലാണ് രോഗം പകരുന്നതെന്നാണ്. 35% വീടുകൾക്കുള്ളിൽ നിന്ന് പകരുന്നതായി പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ഹോം ക്വാറന്റൈൻ സംവിധാനം നമ്മൾ ആദ്യം പോലെ നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വീടുകൾക്കുള്ളിൽ നടപ്പായില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഹോം ഐസൊലേഷൻ എന്നത് ഒന്നാം തരംഗത്തിൽ എന്ന് നമ്മൾ വളരെ ഫലപ്രദമായി നടപ്പാക്കിയിട്ടുണ്ട്. ഒന്നാം തരംഗത്തിൽ ഈ കോവിഡ് വരികയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിലെല്ലാം നിലനിൽക്കുന്ന ആശങ്കയുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്, ഭീതിയുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി എല്ലാവരും അത് ഗൗരവമായി തന്നെ നടപ്പാക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ മികച്ച രീതിയിൽ ഹോം ഐസൊലേഷൻ നടപ്പാക്കി വിജയിച്ചു എന്നതാണ് വസ്തുത. അത് നമ്മൾ മാത്രമല്ല, നമ്മളെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം അംഗീകരിച്ച കാര്യവുമാണ്. ഇപ്പോൾ നാം കാണുന്നൊരു പ്രത്യേകത, വീടുകളിൽ നിന്നും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. കാരണം രോഗം പുറത്തുനിന്ന് ലഭിച്ച് ഒരാൾ വീട്ടിലെത്തി, അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ വന്ന് പരിശോധിക്കുമ്പോഴേ രോഗമുണ്ട് എന്ന് മനസ്സിലാകുന്നുള്ളൂ. അപ്പോഴേക്ക് ഈ ആൾ രോഗം മറ്റുള്ളവർക്ക് സംഭാവന ചെയ്തിട്ടുണ്ടാവും, വീട്ടിലുള്ളവർക്ക്. ഈ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ഒരു രണ്ട് തരത്തിലും നാം കാണേണ്ട ഒരു കാര്യമാണത്. ആദ്യമേ തന്നെ രോഗലക്ഷണം കാണുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിലുള്ളവർക്ക് അപ്പം തന്നെ രോഗം ലഭിക്കുന്ന നില വരികയാണ്. രോഗം ഉണ്ടായി പുറത്തുനിന്ന് വന്നു, അദ്ദേഹം വീട്ടിനകത്ത് സ്വസ്ഥമായി കൂടുന്ന നില വന്നാൽ മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ തന്നെ എല്ലാ കരുതലും എടുത്തുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷേ ഒരേ സമയം രോഗം നേരത്തെ വന്നതറിയുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ വരുന്നു, അപ്പോഴേക്ക് മറ്റുള്ളവർക്ക് കൂടി കിട്ടി. അങ്ങനെ രോഗം വരുന്ന ചില കുടുംബങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീട്ടിലുള്ളവരുടെ ശ്രദ്ധ ഇതിൽ വളരെ പ്രധാനമാണ്. വീടാണ് എന്ന് വെച്ച് നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ മറക്കാൻ പാടില്ല. വീട്ടിലുള്ള അംഗങ്ങളായാലും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചു പോകണമെന്ന് നേരത്തെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ടാണ്. അങ്ങനെ വന്നാൽ ഇത് പകരുന്നതിന് കുറച്ച് തടയിടാൻ നമുക്ക് കഴിയും. കോവിഡിനോടുള്ള പേടി കുറച്ച് വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. ഇവിടെ ഡെൽറ്റ വൈറസാണ് ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ 1-2 ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ, ഒന്നാം തരംഗത്തിൽ ഈ രോഗം പകരുമായിരുന്നത്. ഇപ്പോൾ 8-10 ആൾക്കാണ്. അപ്പോൾ ഒരാൾക്ക് വന്നാൽ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും അത് പകരുന്ന അവസ്ഥയാണ്. അതെത്ര ശേഷിയുള്ളതാണിത്. അപ്പോൾ ആ ബന്ധം, അത്തരത്തിലുള്ള സമ്പർക്കം ഇല്ലാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പ്രായമായവർ, കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്കെന്തെങ്കിലും പറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് എല്ലാ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ എല്ലാ വീടുകളിലും ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാനാവില്ല. ഇപ്പോൾ ഒരു വീട് എല്ലാവരും കൂടി താമസിക്കുന്നു, അവിടെ ഒരു കക്കൂസേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഹോം ക്വാറന്റൈൻ വ്യവസ്ഥ എങ്ങനെയാണ് അവിടെ കൃത്യമായി പാലിക്കുക? അപ്പോൾ അത്തരം വീടുകൾ എന്ത് ചെയ്യണം? ഈ ഹോം ക്വാറന്റൈൻ വ്യവസ്ഥ കൃത്യമായി പാലിക്കാൻ പറ്റാത്ത വീടുകളിലുള്ളവരായാൽ, ആരാണോ രോഗിയായി വരുന്നത്, അവിടെ മറ്റെന്തെങ്കിലും അസുഖമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായമായവരുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, നിർബന്ധമായി ഇയാൾ മറ്റ് ചികിത്സാലയങ്ങളിലേക്ക് പോകണം. അതിന്
നമ്മുടെ താമസിക്കാനുള്ള ഇടമൊരുക്കിയിട്ടുണ്ട് സർക്കാർ. അല്ലെങ്കിൽ CFLTCയും CSLTCയും ഉണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത്തരം ആളുകൾക്ക് താമസിക്കാൻ ഒരുക്കിയ സ്ഥലത്ത് പോയാൽ മതി. അത്തരം കാര്യങ്ങൾ ചെയ്യാലോ. അങ്ങനെയായാൽ ആ വീട്ടുകാർക്കും രക്ഷയായി, ഇദ്ദേഹത്തിനും രക്ഷയായി, നാട്ടിനും രക്ഷയായി. കൂടുതൽ പകരുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നവർ, എന്നിട്ടും ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ആ രോഗം 10 ദിവസം അവിടെ കിടക്കുന്നുവെങ്കിൽ ആ 10 ദിവസവും ആ റൂമിൽ തന്നെയായിരിക്കണം. പിന്നെ അവിടെയുള്ള എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. രോഗി ഉപയോഗിച്ച പാത്രങ്ങളോ സാധനങ്ങളോ മറ്റാരും ഉപയോഗിക്കരുത്. വീട്ടിലുള്ള എല്ലാവരും ഇടക്കിടക്ക് സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകേണ്ടതാണ്. അപ്പോൾ വീട്ടിൽ കോവിഡ് പടരാതിരിക്കാൻ വീട്ടിലെ അംഗങ്ങൾ തന്നെ ശ്രദ്ധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഈ രോഗി ആയിട്ടുള്ളയാൾ ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നുണ്ടെങ്കിൽ ആ വീട് ഇദ്ദേഹത്തിന് കഴിയാൻ പറ്റിയതായിരിക്കണമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട് പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഹോം ക്വാറൻറ്റൈന് സൗകര്യപ്പെടാത്ത വീടാണെങ്കിൽ നിർബന്ധമായും മാറിപ്പാർക്കുന്ന നിലയെടുക്കണം. ഇത് ആ വീട്ടുകാർ മാത്രമല്ല, അവിടെയുള്ള വാർഡ് സമിതിയുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനത്തിന് ജനപ്രതിനിധിയുണ്ട്. അങ്ങനെയുള്ളവർ കൂടി ശ്രദ്ധിച്ച് ഇത് പൂർണ്ണമായി നടപ്പാക്കുന്നതിന് ഇടപെടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊരു വിഷയമാണ് ഈ കേന്ദ്ര ചരിത്ര ഗവേഷണ കൗൺസിൽ മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് നേരത്തെ മുതൽക്കേ ഉള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എല്ലാവരും അതിൽ പങ്കുവഹിച്ചവരെല്ലാം എപ്പോഴും ആവേശപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മലബാർ കലാപം എന്നറിയപ്പെടുന്ന മലബാർ കാർഷിക കലാപത്തിന് നേതൃത്വം നൽകിയത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഇതിൽ നമ്മുടെ സമയം കഴിയുന്നുണ്ട്, എന്നാലും ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് ഉത്തരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. സമരസേനാനികളുടെ ലിസ്റ്റിൽ നിന്ന് അവരെ നീക്കാനാണ് കേന്ദ്രം ഇപ്പോൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. നാം കാണേണ്ടത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതിൽ സഹന സമരമുണ്ട്, വ്യക്തി സത്യാഗ്രഹങ്ങളുണ്ട്, ബഹുജന മുന്നേറ്റമുണ്ട്, കർഷകരെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് നടത്തിയ സമരങ്ങളുണ്ട്, ആയുധമേന്തിയ പോരാട്ടങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾ, അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് ഇത്തരം സമരങ്ങൾ നടത്തുമ്പോൾ അവയ്ക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിട്ടുള്ളൂ. അത് ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കുക. അതിനുശേഷം
ഏതു തരത്തിലുള്ള ഭരണ സംവിധാനം വേണം, അത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അഭിപ്രായങ്ങൾ പുലർത്തിയതുകൊണ്ട് അവർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ലെന്ന് നിശ്ചയിക്കാൻ ആർക്കും അവകാശമില്ല. ഈ ഒരു പൊതു കാഴ്ചപ്പാട് സ്വാതന്ത്ര്യ സമരത്തെ സമീപിക്കുമ്പോൾ നമുക്ക് പൊതുവിലുണ്ടാകേണ്ടതാണ്. ഇപ്പോൾ മലബാർ കലാപമെന്ന് ഈ സമരത്തെ അന്ന് വിളിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു. അതിനകത്തെ കാർഷിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് മലബാറിലെ കാർഷിക കലാപമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആ കാലത്ത് വിലയിരുത്തി. 1921 മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായ സമരമായിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല, അതാർക്കും നിഷേധിക്കാനുമാവില്ല. അതോടൊപ്പം തന്നെ അന്ന് ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ചത് നാട്ടിലുള്ള ജന്മിമാരായിരുന്നു. അത് ജന്മിമാർക്കെതിരെയുള്ള സമരമായിട്ട് കൂടി വികസിക്കുകയായിരുന്നു. ചില മേഖലകളിൽ മലബാർ കലാപത്തെ തെറ്റായ നിലയിലേക്ക് ചിലർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ ആ നിലയിൽ തന്നെ കണ്ടാൽ മതി, അങ്ങനെ കാണേണ്ടതുമുണ്ട്. എന്നാൽ വാര്യംകുന്നത്താവട്ടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി അവരെ സഹായിച്ച എല്ലാ മതസ്ഥരെയും അതിൻ്റെ പേരിൽ എതിർത്തിട്ടുണ്ട് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഖാൻ ബഹദൂർ ചേക്കൂട്ടി, തയ്യിൽ മൊയ്തീൻ തുടങ്ങിയവരെ ഉൾപ്പെടെ കൊലപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. അതേസമയം നിരപരാധികളെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിലപാടാണ് വാര്യംകുന്നത്ത് സ്വീകരിച്ചതെന്ന് ചരിത്രരേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയ മാധവമേനോനെ വാര്യംകുന്നത്ത് സന്ദർശിക്കുന്ന സന്ദർഭം അദ്ദേഹം എഴുതുന്നുണ്ട്. അവിടെ നടന്ന തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവയെ അവസാനിപ്പിക്കാൻ തന്നെയാണ് താൻ വന്നതെന്ന് വാര്യംകുന്നത്ത് പറഞ്ഞതായി മാധവമേനോൻ രേഖപ്പെടുത്തുന്നുണ്ട്. സർദാർ ചന്ദ്രോത്ത് 1946 ദേശാഭിമാനിൽ ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള രാജ്യമെന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. മതരാഷ്ട്രവാദം തൻ്റെ ലക്ഷ്യമേ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ചന്ദ്രോത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. മലബാർ കലാപം ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റേതാണെന്ന പ്രചരണം രാജ്യത്തെമ്പാടും വന്നപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വാര്യംകുന്നത്ത് എഴുതിയ കത്ത് ഹിന്ദു പത്രം അടുത്ത കാലത്ത് തന്നെ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ ആരോപണത്തെ ശക്തമായി വാര്യംകുന്നത്ത് നിഷേധിക്കുന്നുണ്ട്. ഈ മൊയ്തു മൗലവിയുടെ ആത്മകഥയിലും വാര്യംകുന്നത്തിനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന രീതിയല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദത്തെ എതിർക്കാനും വിഭിന്നമായ നീക്കങ്ങളെ തടയാനും ശിക്ഷിക്കാനും മുന്നിട്ട് നിന്നതാണ് വാര്യംകുന്നത്തിൻ്റെ പാരമ്പര്യമെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമയം വളരെ ദീർഘമായി പോയി, അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീടാവാം. ഇപ്പം നമുക്കിവിടെ നിർത്താം.